Morning, my dear students. In this video, we are discussing about the topic error reporting protocols. എന്താണ് ഈ എറർ റിപ്പോർട്ടിംഗ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്? നമ്മളൊരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ത്രൂ റൗട്ടേഴ്സ് വഴി പാക്കറ്റുകൾ പോകുന്ന സമയത്ത് ഈ റൗട്ടറിൽ നിന്നും നമ്മുടെ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് എത്തിച്ചേരാതെ വരുന്ന സിറ്റുവേഷനിൽ അല്ലേ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സോഴ്സിനെ അത് അറിയിക്കണം. നമ്മൾ ഈ റൗട്ടറിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്ത പാക്കറ്റ് പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് അറിയിക്കണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾസ് ആണ് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. അതായത് റൗട്ടറിൽ നിന്നും ഡയറക്റ്റ് നമ്മുടെ സോഴ്സിലേക്ക് ഒരു ICMP മെസ്സേജ് എത്തുകയാണ്, നിങ്ങൾ സെൻഡ് ചെയ്ത പാക്കറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ടൈപ്പ് മെസ്സേജ് അതിന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസിന് പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ദി IP പ്രൊവൈഡ് അങ്ങനെയുള്ള എറർ റിപ്പോർട്ടിംഗ് പ്രോട്ടോകോൾ ഒന്നാമത്തതാണ് ICMP പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ദി IP പ്രൊവൈഡ് അൺറിലയബിൾ ആൻഡ് കണക്ഷൻലെസ് ഡേറ്റാഗ്രാം ഡെലിവറി. ഇറ്റ് വാസ് ഡിസൈൻഡ് ദിസ് വേ ടു മേക്ക് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് നെറ്റ്വർക്ക് റിസോഴ്സസ്. ദി IP പ്രോട്ടോകോൾ ഈസ് എ ബെസ്റ്റ് എഫോർട്ട് ഡെലിവറി സർവീസ് ദാറ്റ് ഡെലിവേഴ്സ് എ ഡേറ്റാഗ്രാം ഫ്രം ഇറ്റ്സ് ഒറിജിനൽ സോഴ്സ് ടു ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഹവർ ഇറ്റ് ഹാസ് ടു ഡെഫിഷ്യൻസി. അപ്പോൾ ഇങ്ങനെ ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് വഴി നമ്മൾ സോഴ്സിൽ നിന്നും സെൻഡ് ചെയ്യുന്ന പാക്കറ്റ് നമ്മൾ ഡേറ്റാഗ്രാംസ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം. അങ്ങനെ സെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്, ഒന്നാമത്തത് ലാക്ക് ഓഫ് എറർ കൺട്രോളും രണ്ടാമത്തത് ലാക്ക് ഓഫ് അസിസ്റ്റൻറ്റ് മെക്കാനിസമാണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഡെഫിഷ്യൻസി ആണ് ഇതിൻ്റെ അകത്ത് ഒക്കർ ചെയ്യുന്നത്. ഒന്നാമത്തത് എറർ കൺട്രോളിൻ്റെ ലാക്കും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മെക്കാനിസത്തിൻ്റെ ലാക്കും. ദി IP പ്രോട്ടോകോൾ ഓൾസോ ലാക്ക് എ മെക്കാനിസം ഫോർ ഹോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ക്വറീസ്. A host sometimes need to determine if a router or another host is alive, and sometimes a network administration needs information from another host or router. The Internet Control Message Protocol has been designed to compensate for the above two deficiency. ഇപ്പോൾ രണ്ട് ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഒന്നാമത്തേതായിരുന്നു നമ്മുടെ എറർ കൺട്രോൾ ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മെക്കാനിസം. എന്ന് വെച്ചാൽ ഈ ഹോസ്റ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ക്വറീസിൽ ഒരു IP പ്രോട്ടോകോൾസ് ഇങ്ങനെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് അറിയണം ഒരു ഹോസ്റ്റ്, ഒരു റൗട്ടർ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഈ റൗട്ടറുകൾ നമുക്കറിയാം ത്രൂ ദി റൗട്ടേഴ്സ് വഴിയാണ് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ റൗട്ടറും അതിലുള്ള നമ്മുടെ ഡിവൈസുകളും ഹോസ്റ്റുകളും ലൈവ് ആണോ അല്ലയോ എന്ന് അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് എത്തിച്ചേർക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ സംടൈംസ് ദ നീഡ് ഇൻഫർമേഷൻസ് ഫ്രം അനദർ ഹോസ്റ്റ് ഓർ റൗട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ഹോസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്റ്റ് ലൈവ് ആണോ അല്ലയോ എന്നുള്ളത് മേ ബി അനദർ ഹോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റൗട്ടേഴ്സിൽ നിന്നുമൊക്കെ കൊറീസിൽ നിന്നും റൗട്ടേഴ്സിൽ നിന്നുമാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് അപ്പോൾ ആണോ അല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ നിന്നൊരു റെസ്പോൺസ് വരണം. ആ ഒരു മെസ്സേജാണ് ICMP മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ടൈപ്സ് ഓഫ് മെസ്സേജസുകളാണ് ഈ ICMPക്ക് ഉള്ളത്. ICMP മെസ്സേജസ് ആർ ഡിവൈഡഡ് ഇൻറ്റു ടു ബ്രോഡ് കാറ്റഗറീസ്. ഫസ്റ്റ് വൺ എറർ റിപ്പോർട്ടിംഗ് മെസ്സേജ് ആൻഡ് ക്വറി മെസ്സേജസ്. അപ്പോൾ രണ്ട് ടൈപ്പ് മെസ്സേജസ് ആണുള്ളത്, എറർ റിപ്പോർട്ടിംഗ് മെസ്സേജും അതുപോലെ ക്വറി മെസ്സേജും. ദി എറർ റിപ്പോർട്ടിംഗ് മെസ്സേജ് റിപ്പോർട്ട് പ്രോബ്ലം ദാറ്റ് എ റൗട്ടർ ഓർ എ ഹോസ്റ്റ് മേ എൻകൗണ്ടർ വെൻ ഇറ്റ് പ്രോസസ് ആൻ IP പാക്കറ്റ്. അതായത് ഈ എറർ റിപ്പോർട്ടിംഗ് മെസ്സേജ് റിപ്പോർട്ട് ചെയ്ത് എപ്പോഴാണ് ഈ റിപ്പോർട്ടിംഗ് പ്രോബ്ലം ഉണ്ടാകുന്നത്? ഒരു റൗട്ടർ അല്ലെങ്കിൽ ഹോസ്റ്റ് മേ എൻകൗണ്ടർ വെൻ ഇറ്റ് പ്രോസസ് ആൻ IP പാക്കറ്റ്. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റ് നമ്മുടെ റൗട്ടറിൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ ഹോസ്റ്റിൽ എത്തിച്ചേരാൻ ഉള്ള ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ, അങ്ങനെ ഉണ്ടാകുന്ന ഇഷ്യൂസ് എറേഴ്സിനാണ് എറർ റിപ്പോർട്ടിംഗ് മെസ്സേജസ് എന്ന് പറയുന്നത്. ദി ക്വറി മെസ്സേജ് വി ഒക്കർ ഇൻ പെയേഴ്സ് ഹെൽപ്പ് എ ഹോസ്റ്റ് ഓർ എ നെറ്റ്വർക്ക് മാനേജർ ഗെറ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ ഫ്രം എ റൗട്ടർ ഓർ അനദർ ഹോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നോഡ്സ് ക്യാൻ ഡിസ്കവർ ദ നൈബർ നോഡ്സ്. ഓൾസോ ഹോസ്റ്റ് ക്യാൻ ഡിസ്കവർ ആൻഡ് ലേൺ about routers on their network, and റൗട്ടർ ഹാൻഡ് ഹെൽപ്പ് എ നോഡ് റീഡയറക്റ്റ് ഇറ്റ്സ് മെസ്സേജ്. അപ്പോൾ ഈ ക്വറി മെസ്സേജ് എന്ന് പറയുന്നത് ഒരു പെയേഴ്സ് ഓഫ് മെസ്സേജാണ്. അത് നമ്മൾ കാണുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വറി മെസ്സേജസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ മെസ്സേജിന് ഒരു ഫോമാറ്റ് ഉണ്ട്. ഈ മെസ്സേജ് ഫോമാറ്റിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 8-bit ഫീൽഡ് ടൈപ്പിനെയും 8-bit കോഡിനെയും അതുപോലെ 8-bit ചെക്സമ്മിനെയും ദെൻ റെസ്റ്റ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് ഡേറ്റ സെക്ഷൻസ്. ഇതാണ് നമ്മുടെ മെസ്സേജിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ICMP മെസ്സേജ് ഹാസ് ആൻ 8-bit ഹെഡേഴ്സ് ആൻഡ് എ വേരിയബിൾ സൈസ് ഡേറ്റ സെക്ഷൻ. ഓൾദോ
The general format of the header is different for each message type. The first 4 bytes are common to all. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തേതാണ് 8 ബിറ്റ്. അതിൽ ടൈപ്പ് എന്നാണ് കാണിക്കുന്നത്. ടൈപ്പ് എന്താണ്? ICMPയുടെ ഡിഫറെൻറ്റ് എറേഴ്സ് ഉണ്ട്. അതായത് എറർ റിപ്പോർട്ടിംഗ് ഉണ്ട്. അതായത് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ, സോഴ്സ് ക്വഞ്ച്, ടൈം എക്സീഡ്, പാരാമീറ്റർ പ്രോബ്ലം, റീഡയറക്ഷൻ പ്രോബ്ലം. അപ്പോൾ ഇതിലെല്ലാം തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 11, ടൈപ്പ് 12, ടൈപ്പ് 5 എന്നൊക്കെ. അപ്പോൾ ഇവിടെ സപ്പോസ് നമുക്ക് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ പ്രോബ്ലം ആണ് ഉള്ളതെങ്കിൽ ഈ ടൈപ്പിൻ്റെ അവിടെ ഏത് നമ്പർ ആയിരിക്കും കാണുക? 3 എന്നായിരിക്കും കാണുക. 3 എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ, സോഴ്സ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനെ കാണാനില്ല, അൺറീച്ചബിൾ ആണ് എന്നുള്ളൊരു ടൈപ്പാണ് അവിടെ കാണിക്കുക. ടൈപ്പ് 3 എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ മീനിങ്. കോഡ് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദിസ് ടൈപ്പ്, ഏത് ടൈപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എറേഴ്സ് ആയിരിക്കും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ 3 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കോഡിൽ ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ എന്നായിരിക്കും കാണിക്കുക. അടുത്തത് ചെക്സം, ഫോർ എറർ ഡിറ്റക്ഷൻ വേണ്ടിയുള്ളതാണ് ചെക്സം മെത്തേഡ്. ചെക്സം റെസ്റ്റ് ഓഫ് ദി ഹെഡേഴ്സ് എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെസ്സേജ്, ഡാറ്റാഗ്രാം പാക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഹെഡേഴ്സിൻ്റെ ഫോമാറ്റും മാറിക്കൊണ്ടിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡാറ്റാഗ്രാം പാക്കറ്റ്. അടുത്തത് ഡാറ്റാ സെക്ഷൻ, അതാണ് നമ്മുടെ ഒറിജിനൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെസ്സേജ് ഫോമാറ്റ്. ഈ മെസ്സേജ് ഫോമാറ്റിൽ ഇവിടെ പറയുന്നു 8-bit header and a variable size data section ഉണ്ട്. The general format of the header is different for each message type. The first 4 byte common to all. As the first field, ICMP type defines the type of the message. The code field specify reason for the particular message type. അപ്പം ടൈപ്പ് ഫീൽഡിനെ ഇപ്പോൾ 3 എന്നാണ് എങ്കിൽ കാണിക്കുന്നതെങ്കിൽ, അതായത് അൺറീച്ചബിൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് വന്നത്? മേ ബി സം നെറ്റ്വർക്ക് ഇഷ്യൂസ് ആകാം. ഓക്കെ, അപ്പോൾ ആ ഒരു റീസൺ ആയിരിക്കും അവിടെ കാണിക്കുക. ദി ലാസ്റ്റ് common field is the checksum field. The rest of the header is specified for each message type. The data section or error message carry information for finding the original packet that had the error. In query message, the data section carries extra information based on the type of the query. അതിൻ്റെയും ഫോമാറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുക, ഇതാണ് മെസ്സേജിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറർ റിപ്പോർട്ടിംഗ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടൈപ്പായിരിക്കും ഇവിടെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത്. ഈ എറർ റിപ്പോർട്ടിംഗ് മെസ്സേജിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ എന്നാണ്. അതായത് പാക്കറ്റ് കുഡ് നോട്ട് ബി ഡെലിവേർഡ് എന്ന് വെച്ചാൽ ടൈപ്പ് 3 ആണ്. അതൊന്ന് നോട്ടീസ് ചെയ്യുക ഏത് ടൈപ്പാണെന്നുള്ളത്. അൺറീച്ചബിൾ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകാം, സോഴ്സ് സെൻഡ് ചെയ്ത പാക്കറ്റ് മറ്റേ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ നോക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ ആണ് എങ്കിൽ ഡ്യൂ ടു സം നെറ്റ്വർക്ക് എറേഴ്സ് ആകാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂസിനെ കാണിക്കുന്ന ടൈപ്പാണ് ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സോഴ്സ് ക്വഞ്ച്, സിമിലർ വിത്ത് ദി ചോക്ക് പാക്കറ്റ്, ടൈപ്പ് 4 ആണ്. സോഴ്സ് ക്വഞ്ച് എന്ന് വെച്ചാൽ നെറ്റ്വർക്ക്സ് ഫ്ലോയെയാണ്, ഫ്ലോയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സോഴ്സ് ക്വഞ്ച് ഇഷ്യൂ റീസൺ അവിടെ കാണിക്കുന്നത്, എറർ റിപ്പോർട്ടിംഗ് കാണിക്കുന്നത്. നെറ്റ്വർക്ക് ഫ്ലോസ് എങ്ങനെയാണ്, നമ്മൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റുകൾ സെൻഡ് ചെയ്യുമ്പോൾ ഏത് റൗട്ടേഴ്സ് വഴി പോയാലാണ് പാക്കറ്റ് അവിടെ എത്തിച്ചേരുക എന്നുള്ളത് അറിയാം. ഓക്കെ, ആ ഒരു ഫ്ലോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സോഴ്സ് ക്വഞ്ച് എന്ന് പറയുന്നത്. ടൈം എക്സീഡ് എന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ ടൈം, അല്ലേ, ഒരു ടൈമിനെ ബേസ് ചെയ്ത് ടൈം ക്വാണ്ടം സെറ്റ് ചെയ്ത് വെക്കുന്നു. ആ ടൈമിനുള്ളിൽ നമ്മൾ സോഴ്സ് സെൻഡ് ചെയ്ത പാക്കറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി തിരിച്ച് അവിടെ നിന്ന് ഒരു റിപ്ലൈ വന്നില്ല എങ്കിൽ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുക? ആ ഒരു ടൈം ടു ലീവ്, ആ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്ത ടൈം കഴിഞ്ഞു, അതായത് പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ ആ പാക്കറ്റ് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ടൈം എക്സീഡ്സ് എന്ന് വെച്ചാൽ ടൈം ടു ലീഡ് ഫീൽഡ് ബിറ്റ് 0 ടൈപ്പ് 11 ആയിരിക്കും. ഓക്കെ, അടുത്തത് ബിറ്റ് 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം ടു ഫീൽഡ്, അതായത് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം 10 മിനിറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 സോഴ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ടൈം ക്വാണ്ടം എത്രയായിരിക്കും? 10 ആയിരിക്കും. പിന്നെ അത് 9 ആകും, 8 ആകും, 7 ആകും, 6 ആകും. ദെൻ 0 ആണെങ്കിൽ എന്താ അറിയുക? ടൈം ടു ലീവ്, അതായത് ആ പാക്കറ്റ് അവിടെ എത്തിച്ചേർന്നില്ല എന്ന് നമ്മൾ കൺക്ലൂഷനെത്തും. നെക്സ്റ്റ് വൺ പാരാമീറ്റർ പ്രോബ്ലം, ഇൻവാലിഡ് ഹെഡർ ഫീൽഡ്, അതായത് ബേസ്ഡ് ഓൺ ദി മെസ്സേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡർ ഫീൽഡിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ട് എങ്കിൽ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ ആ ഒരു പാക്കറ്റ് അവിടെ എത്തിച്ചേരില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂസിനെ കാണിക്കാനാണ് പാരാമീറ്റർ പ്രോബ്ലം, അതായത് ടൈപ്പ് 12 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡയറക്ഷൻ, ടീച്ചർ റൗട്ടർ അബൌട്ട് ജിയോഗ്രഫി, അതായത്
റീഡയറക്ഷൻ, ഈ നമ്മൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്, ഒരു ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒരു 3 റൂട്ടേഴ്സ് വഴി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ബെസ്റ്റ് പാത്താണ്. എനിവേ നമ്മൾ ആ സോഴ്സ് വഴി റീഡയറക്റ്റ് ചെയ്ത് നമ്മുടെ റൗട്ടറിൽ എത്തിച്ചേർന്നു. പക്ഷേ റൗട്ടറിൽ നിന്നും ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനുള്ള പാത്തിൽ ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കുക. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ എന്ത് ചെയ്യും? റീഡയറക്ഷൻ വരും. ഡീഡയറക്ഷൻ ICMP മെസ്സേജ് വരും. അതായത് ഈ ഒരു റൗട്ടറിൽ വഴിയുള്ള നെറ്റ്വർക്ക് കണക്ഷൻസ് ഇഷ്യൂ ആണ്, സോ അനദർ റൗട്ടർ വഴി മൂവ് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജ് വരും. ആ ഒരു ICMP മെസ്സേജിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അടുത്താണ് നമ്മൾ പറഞ്ഞു ICMP ക്വറി മെസ്സേജ് ഉണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ICMPയുടെ എറർ റിപ്പോർട്ടിംഗ് മെസ്സേജസ് ആണ്. ഇനി ICMPയുടെ ക്വറി മെസ്സേജ് ആണ്. ICMP ക്യാൻ ഡയഗ്നോസിസ് സം നെറ്റ്വർക്ക് പ്രോബ്ലം, ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ദി ക്വറി മെസ്സേജ്. അപ്പോൾ നെറ്റ്വർക്ക്സ് പ്രോബ്ലംസിനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്വറി മെസ്സേജസുകൾ വരുന്നത്. എ നോട്ട് സെൻഡ് എ മെസ്സേജ് ടു ഡെസ്റ്റിനേഷൻ ആൻഡ് എ ആൻസർ മെസ്സേജ് ഇൻ ദി സ്പെസിഫിക് ഫോർമാറ്റ് ബൈ ഡെസ്റ്റിനേഷൻ ടു സോഴ്സ്. എ ക്വറി മെസ്സേജ് ഈസ് എൻകാപ്സുലേറ്റഡ് ഇൻ ആൻ IP പാക്കറ്റ്. ക്വറി മെസ്സേജ് നമ്മുടെ IP പാക്കറ്റിൻ്റെ കൂടത്തിൽ എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെറ്റ്വർക്ക് ഇഷ്യൂസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്വറി മെസ്സേജുകൾ യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്സ് ഓഫ് ഈ IP പാക്കറ്റിൻ്റെ കൂടെ എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് ക്വറീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏത് ടൈപ്പാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എക്കോ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ. എക്കോ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ എന്ന് വെച്ചാൽ സോഴ്സ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ. എക്കോ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ, അതാണ് എക്കോ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് 8 and 0 ആണ്. നെക്സ്റ്റ് വൺ ടൈം സ്റ്റാമ്പ് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ. ടൈം സ്റ്റാമ്പ് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ എന്ന് വെച്ചാൽ ഈ എക്കോ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ പോലെ തന്നെയാണ്. വിത്തിൻ എ ടൈമിൽ, അതായത് നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ ആ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടണം, പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ടൈം സ്റ്റാമ്പ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എക്കോ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ പോവുക. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു മെസ്സേജ്, ആ ഒരു ഡിവൈസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നമുക്ക് റെസ്പോൺസ് വന്നില്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് അവസാനിച്ചു, അതിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് വന്നില്ലെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും ആ ഒരു ഡിവൈസ് അവിടെ ലൈവ് അല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് 13 and 14 ആണ്. അഡ്രസ് മാസ്ക് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ. അഡ്രസ്ഡ് മാസ്ക് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിൽ ഡിഫറെൻറ്റ് റൗട്ടേഴ്സ് വഴി കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഓരോ റൗട്ടേഴ്സിനും റൗട്ടിംഗ് ടേബിൾസും ഉണ്ടാകും. അഡ്രസ്സ് മാസ്ക് വെച്ചാൽ ആ റൗട്ടർ ടേബിളുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളുടെയും ഇൻഫോർമേഷൻസ് അത് റിക്വസ്റ്റ് ചെയ്യുന്നു. അതാണ് റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ റൗട്ടർ സോളിസൈറ്റേഷൻസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. സോളിസൈറ്റേഷൻസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ റൗട്ടർ ഇപ്പം ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ മെസ്സേജ് എത്തിച്ചേർക്കുക. അപ്പോൾ ആ റൗട്ടറിൻ്റെ കീഴിലുള്ള നെറ്റ്വർക്ക്സുകളിൽ ഏതൊക്കെ ഡിവൈസുകൾ ആണ് ആക്റ്റീവാണോ അല്ലയോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഈ റൗട്ടറിലേക്ക് എത്തിച്ചേർക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റൗട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക്സിൻ്റെ കീഴിൽ 10 ഡിവൈസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റൗട്ടർ സോളിസൈറ്റേഷൻസ് എന്ന് വെച്ചാൽ ഈ റൗട്ടർ മായി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ ഞങ്ങൾ 10 പേരുണ്ട്, 10 പേരിൽ ഇത്രയും പേര് ആക്റ്റീവാണ്, ഓരോ ഡിവൈസും അവിടെ നിന്നുള്ള റെസ്പോൺസ് നമ്മുടെ റൗട്ടറിൽ എത്തിച്ചേരും. എന്നിട്ട് ഈ റൗട്ടറായിരിക്കും അഡ്വർടൈസ്മെൻറ്റ്, അതായത് എൻ്റെ കീഴിലുള്ള ഇത്ര ഡിവൈസുകൾ ആക്റ്റീവാണ്, വർക്കിംഗ് ആണ് എന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ പരസ്യം കൊടുക്കാമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇത്രയും പേര് ആക്റ്റീവാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നു. അതിനു വേണ്ടിയുള്ളതാണ് ടൈപ്പ് 10 and 9 ക്വറി മെസ്സേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വറി മെസ്സേജ് എൻകാപ്സുലേറ്റഡ് വിത്തിൻ്റെ IP പാക്കറ്റാണ്. IP പാക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ക്വറി മെസ്സേജ് ഉണ്ടാകും എന്ന് ഓർക്കുക. അതേപോലെ 2 ടൈപ്സ് മെസ്സേജാണുള്ളത്, എറർ റിപ്പോർട്ടിംഗ് മെസ്സേജും ക്വറി മെസ്സേജും. എറർ റിപ്പോർട്ടിംഗ് മെസ്സേജും അതിൻ്റെ ടൈപ്സും ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്വറി മെസ്സേജും. ഇതാണ് നമ്മുടെ മെസ്സേജ് ഫോർമാറ്റ് ICMPയുടെ. ഓക്കെ, താങ്ക് യു.